Good morning, all. Morning. Okay, good morning. Okay, അപ്പൊ നമ്മള് വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്? വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, എവിടെ വരെയാ നമ്മൾ എടുത്ത് നിർത്തിയത്? അല്ലേ? ഓക്കെ, ഓറിയന്റേഷന്റെ എവിടെ വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്? ടൈപ്സ് ഓഫ് ഓറിയന്റേഷന്റെ അല്ലേ 10 പോയിന്റ് വരെ നമ്മൾ കഴിഞ്ഞു അല്ലേ? 3rd പോയിന്റ് വരെ കഴിഞ്ഞു അല്ലേ? ശരിയല്ലേ? 4th നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? 4th തുടങ്ങിയത്. ഓക്കെ, 3rd. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പലതരത്തിലുള്ള ഓറിയന്റേഷൻ നമ്മൾ കണ്ടായിരുന്നു അല്ലെ? സ്വന്തം ഡെവലപ്പ് ചെയ്ത് വരാവുന്ന, അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് സ്വയം ഡെവലപ്പ് ചെയ്ത് അവരുടെ സ്കില്ലൊക്കെ അവരുടെ അനുഭവ പരിചയം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒരു ഓറിയന്റേഷൻ പറഞ്ഞു. അതേപോലെ തന്നെ അവിടെ നല്ല അല്ലെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ ചുമതലപ്പെടുത്തിയിട്ട് ഓറിയന്റേഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ ഇനി നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ഇൻവെസ്റ്റർ ആൻഡ് ഡൈവേസ്റ്റർ ഓറിയന്റേഷൻ. എന്താണ് ഇൻവെസ്റ്റർ ആൻഡ് ഡൈവേസ്റ്റർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം അവിടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിനെ, ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ, അതായത് നമ്മളിപ്പോ ഒരുപാട് ഇപ്പൊ നഴ്സുമാരെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ള, ഒരു സെയിം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരുപാട് പേരെ ഒന്നിച്ച് നമുക്ക് ആ ഒരു ലെവലിലേക്ക് പോസ്റ്റ് ചെയ്യാം. അതേസമയം ഒന്നും കൂടി അല്ലെ കുറച്ചും കൂടി ഒരു സൂപ്രണ്ടന്റിനെയോ അല്ലെങ്കിൽ അല്ലെ ഒരു ഡയറക്ടർ, ഒരു നല്ല ഹൈ പൊസിഷനിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ നിയമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പുറത്തുനിന്ന് നമ്മൾ തീർച്ചയായിട്ടും സീനിയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും അത്തരത്തിലുള്ള പോസ്റ്റുകൾ കൊടുക്കുന്നത്. പക്ഷെ അതേസമയം പുറത്തുനിന്ന് വ്യക്തികളെ തന്നെ നിയോഗിക്കേണ്ട ഒരു ഇതിൽ വരുമ്പോഴാണ്, അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് നല്ല ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം ആ വ്യക്തിയെ നിയമിക്കുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ ആ ഒരു ഡയറക്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു സ്ട്രക്ചർ തന്നെ അവരോടൊപ്പം തന്നെ മൂവ് ചെയ്യുന്നത്, അതായത് അവർ പറയുന്ന ഡയറക്ഷനിലേക്കൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടതൊക്കെ ആയിട്ട് വരും. അതേസമയം ചില പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസിനെ സംബന്ധിച്ച് അവര് തന്നെ അവിടെയുള്ള റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസിനെ അനുയോജ്യമായിട്ട് തന്നെ അവരുടേതായിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഒക്കെ മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആണ് നമ്മൾ ഒരു പുതിയ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്ന വിചാരിക്കണം. അതായത് സാധാരണ നാച്ചുറലി എല്ലാവരെയും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരേ വേക്കൻസി അല്ലെ, ഒരുപാട് വേക്കൻസി ഉള്ള ഒരു പൊസിഷനിലേക്ക് ആണെങ്കിലും നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു ഓറിയന്റേഷൻ അല്ലെ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസിനെ അതിനെ കൈകാര്യം വെച്ചിട്ട് നമുക്ക് അവരുടെ ലീഡർഷിപ്പോട് കൂടിയിട്ട് അവർക്ക് ഓറിയന്റേഷൻ ഒക്കെ കൊടുക്കാൻ സാധിക്കും. അതേസമയം സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസിനെ വെച്ച് അവരെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ അവർക്ക് ഇച്ചിരി കൂടി ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു ഓറിയന്റേഷൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് to certifies the important work related features of new recruits. ഒരു പ്രധാനപ്പെട്ട റിക്രൂട്ട്സ് ആണ് പറയുന്നത്. Generally all the high profile appointments are based on this idea because a person who is considered for the post of an executive is always judged on the basis of the professional skills and characteristics that they possess during the job. ഓക്കെ, നമ്മൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺസിനെ അദ്ദേഹത്തിനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ ഓറിയന്റേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് അല്ലെ. അവർക്ക് നമുക്കറിയാം അവര് ബേസ് ചെയ്യുന്നത് ഒരു നല്ല നല്ല ഐഡിയാസും ഉള്ള പേഴ്സൺസ് ആയിരിക്കും അല്ലെ.
അവരുടെ ആ സ്കില്ല് കണ്ടിട്ടായിരിക്കും അവരെ അക്വയർ ചെയ്തിട്ട് ഹയർ ചെയ്തിട്ട് അവരെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല ഹൈ സാലറി പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും ആ പേഴ്സൺസിനെ, നല്ല ഏബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺസിനെ നമ്മൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ അപ്പോയിന്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. നമുക്കറിയാം വലിയ പൊസിഷനിൽ അല്ലെ, നമ്മളെ ടോപ്പ് ലെവലിലുള്ള പൊസിഷനിലായിരിക്കും അങ്ങനെയുള്ള പേഴ്സൺസിനെയൊക്കെ അല്ലെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതായിട്ട് വരുന്നത്. Such an individual is given fully liberty which ranges from deciding his office interiors and choosing subordinate to taking various managerial decisions. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ടോപ്പ് ലെവലിൽ ഉള്ള നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺസ് അദ്ദേഹത്തിനെ നിയമിക്കുമ്പോൾ എന്താണ് അവർക്ക് ഇതിന്റെ അവരുടേതായിട്ടുള്ള ഐഡിയാസ് ഒക്കെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അല്ലെ, അവിടെ ആ ഒരു ഓഫീസിൽ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെ അവരെ കൊണ്ട് അവിടെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസിനെ കൊണ്ട് തന്നെ ആ ഒരു വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലിബർട്ടി അല്ലെ, അവരെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അത് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം. എന്റെ പേരിലേ അങ്ങനെ ഒരു അവസരം കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ഉള്ള നല്ല ഐഡിയാസ് ഉള്ള നല്ല അല്ലെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനൊക്കെ ഉള്ള നല്ല നോളജ് ഉള്ള പേഴ്സണെയാണ് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് നല്ല ഡിസിഷൻ ഒക്കെ എടുക്കാനും മറ്റുള്ളവരേക്ക് ആക്ട് ചെയ്യാനൊക്കെ ഒരു ഫുൾ സ്വാതന്ത്ര്യം കൂടി അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. However, divestiture orientation is just the opposite of investiture ഓറിയന്റേഷൻ. അതിൽ പ്രധാനമായിട്ടും ഡൈവേസ്ചർ ഓറിയന്റേഷൻ എന്ന് പറയുന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ലിബർട്ടി അവർക്ക് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് അല്ലെ. ദിസ് മെത്തേഡ് അറ്റംപ്റ്റ്സ് ടു മോഡിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ന്യൂ റിക്രൂട്ട്സ് as they were selected because of their potential for effective performance. നല്ല പെർഫോമൻസോട് കൂടിയിട്ട് തന്നെയാണ് അവരെയും റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. ഒരു കൺട്രോളിംഗ് പവർ ചിലപ്പോൾ ഓർഗനൈസേഷൻ തന്നെ നിലനിർത്തിയെന്ന് വരും. അതേസമയം അവരുടെ കഴിവുകളൊക്കെയാണ് അത് മനസ്സിലാക്കി തന്നെയാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. പക്ഷെ ഇവർക്ക് മേൽപ്പന്ന അല്ലെ ഡിസിഷൻ എടുക്കാനും മറ്റുള്ളവരൊക്കെ ഡയറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഫുൾ ഫ്രീഡം അവിടെ അനുവദിക്കുന്നില്ല. This method is applied to make him more acceptable to other employee and more appropriate for the organization. ഓക്കെ, അപ്പൊ എങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? അവർക്ക് നല്ല സ്കില്ലും നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ അല്ലെ ചില ക്യാരക്ടർക്കാരെ ഓർഗനൈസേഷനോട് അല്ലെങ്കിൽ അവിടെയുള്ള അല്ലെ കോളേജസ് എന്ന് വെച്ചാൽ സഹപ്രവർത്തകരോടൊപ്പം തന്നെ ചലിക്കാൻ വേണ്ടിയിട്ട് അവർ ചേഞ്ചസ് വരുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. ചിലപ്പോ അവർക്ക് നല്ല നോളജും കഴിവൊക്കെ ഉണ്ട്, പക്ഷെ അവര് അല്ലെ ഒരു ഡയറക്ഷനിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് അവിടെയുള്ള സബോർഡിനേറ്റ് കൊണ്ട് ചെയ്യിക്കുന്നതിന് പകരം അവരുടെ കഴിവുകൾ വെച്ചുകൊണ്ട് തന്നെ അവരോടൊപ്പം ലയിച്ച് അല്ലെ. അവിടെയുള്ള നമുക്കറിയാം ചില ഓർഗനൈസേഷനിലൊക്കെ ഇങ്ങനെയുള്ള പേഴ്സൺസ് കയറി വന്നിട്ട് അവരോടൊപ്പം തന്നെ കൂട്ടുകൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഓക്കെ അവിടെയുള്ള സപ്പോർട്ടേറ്റൊക്കെ ഇവരോടൊപ്പം തന്നെ ഒന്നിച്ച് നിന്ന് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. ഒരു ഡയറക്ഷൻ പദവിക്ക് അപ്പുറം അവരോടൊപ്പം തന്നെ അവരുടെ ക്യാരക്ടറിലൊക്കെ ഒരു വേരിയേഷൻസ് വരുത്തിയിട്ട് അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള കഴിവുകളെല്ലാം ഉപയോഗിക്കുകയാണ് ഈ രീതിയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ലഭ്യമാകുന്നത്. Then is this update of a candidate's personality may sometimes require him to sever from their old personality traits and adapt himself to a different way of looking at this job, colleges and the aim of the organization. Okay, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓൾഡ് പേഴ്സണാലിറ്റി അല്ലെ, അവരുടെ ഒരു വ്യക്തിത്വം, നേരത്തെ കുട്ടിയുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ചിലപ്പോ ആണെങ്കിൽ അവർക്ക് വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും അല്ലെ. സംടൈംസ് റിക്വയർസ് ഹിം ടു സിവിയർ ഫ്രം ദെയർ ഓൾഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് അഡാപ്റ്റ് ഹിംസെൽഫ്. അതിനുശേഷം ആ ഒരു സിറ്റുവേഷനോട്, ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു സിറ്റുവേഷനോട് അല്ലെ, ആ ജോബിനോട് ചേർന്ന വിധത്തിൽ അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് അവിടെ വരുമെന്നുള്ളതാണ് എടുത്തു പറയുന്നത്. സച്ച് ന്യൂ അപ്പോയിന്റ്മെന്റ്സ് may even be made to ensure false humiliation and arrest from senior official to test their adaptability in different situations. നമുക്കറിയാം ചില അല്ലെ ഒരു അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഏതൊരു പേഴ്സണാലിറ്റിക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്റെ നിലപാട് ഇതാണ്, ഞാൻ പഠിച്ചത് തിയറി അതാണ്, ഈ രീതി തന്നെ ഇവിടെ ഫോളോ ചെയ്യേണ്ടെന്ന് വരുന്നു എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അവിടെയുള്ള ഓഫീസേഴ്സ്, അവിടെയുള്ള ആ ഒരു
ആ ഒരു അല്ലെ സ്ട്രക്ചർ അതിനോടൊപ്പം തന്നെ ചേർന്ന് പൊരുത്തപ്പെട്ട് പോകാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ സീനിയേഴ്സിനാണെങ്കിലും അതിന് കൊടുക്കുന്ന റെസ്പെക്ട് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ അവരോടൊപ്പം തന്നെ ചേർന്ന് ചേഞ്ചസ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ കൊടുത്ത് അഡാപ്റ്റബിലിറ്റി ആയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് നേച്ചർ അല്ലെ, ആ ഒരു നേച്ചറിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. Such strategies are also used for orientation strategies to break the old mindset of a conservative attitude of the newly appointed candidates, so that new set of values and norms could be instilled easily. Okay, നമുക്കറിയാം ഒരു പുതിയൊരു പേഴ്സൺ ആവുമ്പോൾ അവർക്ക് കുറെ അറിവുകളുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ അവിടെ നിലവിലുള്ള വ്യക്തികൾക്കും ഓൾറെഡി അവരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ജോലി അല്ലെ, അവരുടെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്ത് ജോലിയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഇതേമാതിരി തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്ത് ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ ഇൻ കേസ് നിലവിൽ ചെല്ലുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഫീൽഡിൽ അല്ലെ അവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനുമായിട്ട് ഒന്നിച്ച് ചേരുമ്പോൾ അവർക്കുണ്ടാവുന്ന അല്ലെ ഇരു കൂട്ടരെയും കൂടി അറിവ് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല നല്ല ആശയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എളുപ്പം നേടിയെടുക്കാനായിട്ടും സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഒരു അല്ലെ അതിനോട് അഡ്ജസ്റ്റബിൾ ആവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഓറിയന്റേഷനിൽ നേരത്തെ നമ്മൾ കണ്ടു എന്താണ് അവിടെ അല്ലെ ഫ്രീഡം ആണ് അനുവദിക്കുന്നത് അല്ലെ, ലിബർട്ടി ആണ് അനുവദിക്കുന്നത്. അപ്പൊ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് അവർക്ക് അവരുടെ അറിവൊക്കെ എന്താണ് ആ ഒരു ഓർഗനൈസേഷനിൽ അത് കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് ഡൈവേസ്റ്ററിൽ ചെറിയൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് അവിടെയുള്ള വർക്കേഴ്സിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആശയം കൂടി ഇൻക്ലൂഡഡ് ആക്കി ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? യോ ഓർഗനൈസേഷനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? നമുക്കറിയാം അല്ലെ, നാച്ചുറലി ഉള്ള സാധാരണ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെ അവിടെ പുതിയ ഒരു ഞാൻ നേരത്തെ ഒരു ഹോസ്പിറ്റലിലെ തന്നെ കാര്യം പറയുമ്പോൾ അവിടെ നഴ്സുമാർ ഒരുപാട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹെഡ് ഓഫ് ദ നഴ്സുമാർക്കൊക്കെ കുറച്ചും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അവർക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ അവർ ചെറുപ്പമാണെങ്കിൽ ലിബർട്ടി സ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അതുമാതിരി തന്നെ ഏത് ഓർഗനൈസേഷൻ ഒരു ബിസിനസ് ഫേം ആണെങ്കിലും പ്രൊഡക്ഷനിൽ ആ ഒരു പ്രൊഡക്ഷൻ മാനേജർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മാനേജർ ഏറ്റവും തലപ്പത്തുള്ള ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പോസ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അതല്ലാതെ നമുക്കറിയാം അല്ലെ സിമിലർ ആയിട്ടുള്ള ഡെയിലി വർക്കേഴ്സ് അല്ലെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വർക്കേഴ്സിനൊക്കെ നമുക്ക് എന്താണ് സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ വെച്ച് നമുക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട് എളുപ്പം സാധിക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ചെയ്യാണോ? ഇതിലേക്ക് ഒരു ഇതുകൾ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഓറിയന്റേഷൻ എന്താന്നുള്ളത് മനസ്സിലാക്കി തന്നെ വെക്കുക. ഓരോ ഓറിയന്റേഷനും എന്താണോ അല്ലെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഫോർമൽ ഓറിയന്റേഷൻ ആണോ ഇൻഫോർമൽ ഓറിയന്റേഷൻ ആണോ എന്ന് തിരിച്ചറിയേണ്ടതായിട്ട് വരും അല്ലെ. ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ എന്താണ് മെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്താണ് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്താണ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയിഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ട്രെയിനിങ് ന്യൂലി അപ്പോയിന്റഡ് പേഴ്സൺസ് അല്ലെ. പുതിയൊരു അപ്പോയിന്റഡ് പേഴ്സൺ ആണെങ്കിൽ അവിടെ ആയിട്ടൊക്കെ ഞാൻ ടെസ്റ്റിൽ മിക്കതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ എന്താണ് ഇവിടെയാണെങ്കിൽ ലിബർട്ടി അനുവദിക്കുന്ന ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് ഇൻവെസ്റ്റിറ്റ്യൂട്ടർ ഓറിയന്റേഷൻ ആണ്. അതേസമയം ഡൈവേസ്റ്റർ ഓറിയന്റേഷനിൽ അഡാപ്റ്റബിലിറ്റി ആണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് അല്ലെ. മറ്റു ഇതിനോട് ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കാനായിട്ട് കോളേജസിനോടും ജോബിനോടും അല്ലെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ടായിരിക്കും കൂടുതലായിട്ട് ശ്രമിക്കേണ്ടി വരുന്നത്. നിങ്ങൾ ആ ഒരു മീനിങ് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമ്മുടെ ഓപ്ഷൻസിൽ നിന്ന് അത് ക്യാരി ഓൺ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ ആണ്. Process of orientation, process of induction involves 3 stages ആണ് വരുന്നത്. നമുക്ക് നോക്കാം. ജനറൽ ഓറിയന്റേഷൻ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ ഉണ്ട്, അതേപോലെ തന്നെ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ ഉണ്ട്. ഓക്കെ,
അപ്പൊ ഇതില് നമുക്കറിയാം തൊഴിൽ സുഗമമാക്കി കൊണ്ടുപോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അതാണ് അല്ലെ, നമുക്ക് ആ ഒരു ഫെമിലിയാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിൽ ആരാണ് വർക്കേഴ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ ജോലിയാണ്, ഏത് ടൈമാണ്, എങ്ങനെയൊക്കെയാണ് എക്യുപ്മെന്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെ, അവിടെ ഒരു കൃത്യമായിട്ടൊരു അവബോധം ആ ഒരു എംപ്ലോയിക്ക്, പുതിയൊരു എംപ്ലോയിക്ക് കിട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓറിയന്റേഷനിൽ വരുന്നത് അല്ലെ. അപ്പൊ 3 തരത്തിലാണ് ഇതിന്റെ സ്റ്റെപ്സ് പറയുന്നത് കൃത്യമായിട്ട് ആ പ്രോസസ്സിൽ. ഫസ്റ്റ് ജനറൽ ഓറിയന്റേഷൻ, ദെൻ ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, ദെൻ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ആ ഘട്ടമായിട്ടാണ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ മൊത്തത്തിൽ കുറെ നിബന്ധനകൾ നമ്മൾ കൈകാര്യം ചെയ്യണം അല്ലെ. അതേമാതിരി തന്നെ ഡിപ്പാർട്ട്മെന്റ്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ടാവും അല്ലെ. മൊത്തത്തില് നമുക്കറിയാം ഇതിന്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും അല്ലെ, എന്താണ് മെയിൻ ആയിട്ടുള്ള തലപ്പത്തിരിക്കുന്നവരും അല്ലെ, അവരുടേതായിട്ടുള്ള സബോർഡിനേറ്റും അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് ഒക്കെ ആരാന്നുള്ളത് കൃത്യമായിട്ടൊക്കെ അറിയേണ്ടതായിട്ട് വരും. ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള ഇവര് ജോലി ചെയ്യാൻ പോകുന്ന സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് വേണ്ടി വരും. ദെൻ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഇതിൽ കൃത്യമായിട്ട് ആ ഒരു പ്രോസസ്സിനെ നിർവഹിച്ചിരിക്കുന്നത്. ജനറൽ ഓറിയന്റേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ ആൻഡ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ഓക്കെ, പഠിച്ചു കഴിഞ്ഞില്ലേ ആ 3 കാര്യങ്ങള്, 3 ഘട്ടങ്ങള്? ജനറൽ ഓറിയന്റേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. മൊത്തത്തിൽ ആ ഒരു ഓർഗനൈസേഷന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ജനറൽ ഓറിയന്റേഷൻ. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്, എവിടെയാണോ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഇദ്ദേഹത്തിന് ജോലി, ആ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി സ്പെസിഫിക് ജോബ്, ഇദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്യൂട്ടി എന്താണ് അല്ലെ, ചിലപ്പോൾ ടെക്നീഷ്യൻ ആയിരിക്കാം, ചിലപ്പോൾ ഡെയിലി അല്ലെ ഒരു വർക്കർ ആയിരിക്കാം. എന്തായാലും ഏത് ഡ്യൂട്ടിയാണോ ആ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ജനറൽ ഓറിയന്റേഷനിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഇൻ ദിസ് സ്റ്റേജ് ദ മെയിൻ എയിം ഈസ് ടു മേക്ക് ദ എംപ്ലോയി കംഫർട്ടബിൾ ആൻഡ് motivate him to be serious during the orientation process so that he can easily become accustomed to organization. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെ, നമ്മൾ സാധാരണയായിട്ട് എന്താണ് ഇതിന്റെ ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരിക്കാം. ഏത് തന്നെയാണെങ്കിലും ഇതിന്റെ ലക്ഷ്യം അല്ലെ, എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് കൃത്യമായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സുഖപ്രദമായ രീതിയിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ അല്ലെ അവിടെ ആ ഒരു ഓറിയന്റേഷൻ പ്രോസസ്സിലൂടെ തന്നെ ഇവർക്ക് ഈസിലി എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള കാര്യം അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ അല്ലെ ഒരു ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണെന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കും അവിടേക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതി തന്നെയാണോ ഇവിടെ നടപ്പാക്കുന്നത് എന്നുള്ളത് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതാണ് ജനറൽ ഓറിയന്റേഷൻ പ്രക്രിയയിൽ ലഭ്യമാക്കി കൊടുക്കുന്നത്. Then employee are also made aware of the history, business objective and the process of the organization. ഓക്കെ, നമ്മളിപ്പോ ചെല്ലുന്ന സ്ഥാപനത്തിന്റെ ഹിസ്റ്ററി അല്ലെ, അതിന്റെ ചരിത്രം, അല്ലെങ്കിൽ ബിസിനസിന്റെ ലക്ഷ്യം, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, ഒരു ടൈമിൽ ഇത്രയും ടാർജറ്റുകൾ കൈകാര്യം ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇതാണോ, ഡെവലപ്മെന്റ് ആണോ ഇവിടെ വന്നിരിക്കുന്നത് എന്ന്, എന്താണ് ആ ഒരു പ്രോസസ്സുമായിട്ടുള്ള ആ ഓർഗനൈസേഷനുമായിട്ടുള്ള പ്രോസസ്സിൽ എന്താണ് നടപ്പാക്കുന്നത് എന്നുള്ളത് അതിന്റെ ഹിസ്റ്ററി, ചരിത്രം അടക്കം അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ജനറൽ ഓറിയന്റേഷൻ പറയുന്നത്. വീണ്ടും he is also taken for a visit to the whole organization for understanding the business process. ഓക്കെ, അതായത് മൊത്തത്തില് അല്ലെ അവിടെ മൊത്തത്തില് സന്ദർശിക്കുകയാണ്. അതായത് ഓരോ ഓർഗനൈസേഷൻ മൊത്തത്തിൽ ഇങ്ങനെ നോക്കി കാണുന്നില്ല. നമുക്കറിയാം ചിലപ്പോ ഒക്കെ ഓറിയന്റേഷൻ മൊത്തം ചുറ്റി കാണാനായിട്ട് പറ്റിയില്ല എന്നുള്ള വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ആവുമ്പോൾ നമുക്കറിയാം അത് അത്രയും അല്ലെ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളായിരിക്കും. ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൊക്കെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കേസ് ഒരു ഹോസ്പിറ്റൽ എടുത്താൽ തന്നെ നമുക്കറിയാം ഒരു ന്യൂറോ വിഭാഗം ഉണ്ടാവും, ഗാസ്ട്രോ വിഭാഗം ഉണ്ടാവും, കാർഡിയോ വിഭാഗം ഉണ്ടാവും അല്ലെ. അതൊക്കെ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി കാണുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ മോസ്റ്റ്ലി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഇതൊരു ഹോസ്പിറ്റലാണ്, ഇതൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള പാക്കേജ് ആണ് അല്ലെ. അവിടെ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഹിസ്റ്ററി ഇത്രയും നാളുകൾക്ക് മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അല്ലെ മൊത്തത്തിലുള്ള ഒരു അവയർനെസ് ആണ് ഇവിടെ ജനറൽ ഓറിയന്റേഷനിൽ വരുന്നത്. Then initially classroom knowledge is given for a month, and after that he should be placed in their respective department as a trainee to know, process and to understand the importance of each activity for the end result.
ഓക്കെ, നമ്മളിപ്പോ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ നമുക്കറിയാം റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യേണ്ടതുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് വർക്കിംഗ് അല്ലെ ഒരു സെമി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തുന്നതും അല്ലെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തുന്നതും ഇൻ കേസ് അത് പാക്കിംഗ് ഏരിയയിലേക്കൊക്കെ പോയി അല്ലെ എക്സ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെയുള്ള അല്ലെ കൃത്യമായിട്ടൊരു ഓർഗനൈസേഷന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ എല്ലാ പ്ലേസിനെ കുറിച്ചിട്ടും അല്ലെ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഇൻ കേസ് നമുക്ക് അല്ലെ നമ്മൾ ഏതൊരു പൊസിഷനിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ സംഭവം എവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് വന്നിരിക്കുന്നത്, നെക്സ്റ്റ് എവിടേക്കാണ് നമ്മളിത് കൊടുത്തു കഴിയേണ്ടത്, ഫൈനൽ എന്താണ് ഇതിന്റെ റിസൾട്ട് അല്ലെ, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു അവയർനെസ് ആ ഒരു എംപ്ലോയിക്ക് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ജനറൽ ഓറിയന്റേഷനിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഓരോ ഈച്ച് ആക്ടിവിറ്റിയുടെയും എൻഡ് റിസൾട്ട് എന്താണ് അല്ലെ, ഓരോന്നിന്റെ നമുക്കറിയാം ഒരു ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമുക്കറിയാം ഒരു കമ്പോളത്തിലേക്ക് വരെയും അല്ലെ ഒരു മാർക്കറ്റിൽ സെയിൽ വരെ എത്തിപ്പെടേണ്ട ഒരു ഘട്ടങ്ങളുണ്ട്. അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി, അതായത് റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു എന്ന് തുടങ്ങിയില്ലേ, അത് മുതൽ നമുക്ക് എൻഡിങ് സ്റ്റേജിലേക്ക് വരെ എത്തേണ്ട ഒരു അവയർനെസ് അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ ഓരോ ആക്ടിവിറ്റിയുടെയും പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ടാണ് ജനറൽ ഓറിയന്റേഷനിൽ പൊതുവരുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്കൊരു സെന്റൻസ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് ജനറൽ ഓറിയന്റേഷനിൽ പെട്ടതാണോ ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷനിൽ പെട്ടതാണോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ മൊത്തത്തിൽ ഒരു അവയർനെസ് ആണെങ്കിൽ ഒരു ഹിസ്റ്ററിയെ സംബന്ധിച്ച് അല്ലെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററിയെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് മൊത്തത്തിൽ എൻഡ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് സ്റ്റേജ് വരെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള അവയർനെസ് ആണെങ്കിൽ അത് ജനറൽ ഓറിയന്റേഷൻ പ്രോസസ്സിലാണ് വരുന്നത്. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷനിലേക്ക് പോകാം അല്ലെ. നമ്മളൊരു എംപ്ലോയി ആയിട്ട് അവിടെ ഒരു ഓർഗനൈസേഷനിൽ പ്രവേശിക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള അവയർനെസ് കിട്ടുന്നു. ദെൻ നമ്മൾക്ക് ഒരു സ്പെസിഫിക് ഡ്യൂട്ടിയാണ്, ആ ഡ്യൂട്ടി ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം അല്ലെ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ ആണ്. ദെൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നൗ ദ ഇൻഡിവിജ്വൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ഡിപ്പാർട്ട്മെന്റ് വേർ ഹി ഹാസ് ടു വർക്ക്. ഓക്കെ, നമ്മളോട് പറയില്ലേ ഒരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ പരിചയപ്പെടുത്തിയൊക്കെ തരണേന്റെ ഒപ്പം തന്നെ പറയും നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഡ്യൂട്ടി എന്ന് പറയും അല്ലേ. ഉണ്ടാവില്ലേ? അങ്ങനെ പറയോ? ഉണ്ടാവോ? ഞാൻ നിങ്ങളെ ക്ലാസ് എടുത്ത് പോകുമ്പോഴേക്കും നിങ്ങൾ ആകെ ബോറാവും. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ഇടാന്ന് വെച്ചത്. ഓക്കെ, പറയോ? അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ടാവൂലേ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ? ഓക്കെ, പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ പറയും ഇന്ന ഡിപ്പാർട്ട്മെന്റിനാണ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി എന്ന് പറയും അല്ലെ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടായിരിക്കും പിന്നെയുള്ള പ്രതിപാദ വിഷയങ്ങൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആദ്യം തുടങ്ങിയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നമുക്കറിയാം സീനിയേഴ്സ് ആയിട്ടുള്ള വ്യക്തികളൊക്കെയാണ് അങ്ങനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്കറിയാം ഒരു ട്രെയിനിനെ വെച്ചിട്ട് അല്ലെ മൊത്തത്തിൽ ഒരുപാട് പേഴ്സൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് നിന്നിട്ടായിരിക്കും അവർക്കൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നൗ ദ ഇൻഡിവിജ്വൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ഡിപ്പാർട്ട്മെന്റ് വേർ ഹി ഹാസ് ടു വർക്ക്. എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടെ വിശദീകരിക്കും. There is a need for the new incumbent to be aware of the role, responsibility, and the operating practices of the department. അപ്പോ ആ ടൈമിലായിരിക്കും നമ്മളുടെ പങ്ക് എന്ത് അല്ലെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിർവചിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, പർച്ചേസിംഗ് ആണോ അല്ലെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. ഇൻ കേസ് ഒരു സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ അവിടെ പങ്കുവയ്ക്കുന്നു. ദെൻ ഇനീഷ്യലി ക്ലാസ് റൂം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ ന്യൂ എംപ്ലോയി ഷുഡ് ബി മെയ്ഡ് ഫാമിലിയർ വിത്ത് ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ എ ഫ്യൂ മന്ത്സ്. ഓക്കെ, നമുക്കറിയാം ആ ഒരു ഡിപ്പാർട്ട്മെന്റില് മൊത്തത്തിൽ അവരെ ഒന്ന് ചിലപ്പോൾ പരിചയപ്പെട്ടെടുക്കാൻ കുറച്ച് സമയം എടുക്കുകയായിരിക്കും അല്ലെ. ഒരു പുതിയ യൂണിറ്റ് ഒക്കെ ആകുമ്പോൾ, പുതിയ സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ വീക്കിലി അല്ലെ ഒരു 2-3 ആഴ്ചയോ മന്തൊക്കെ ആയിട്ട് ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും. അവർക്ക് എല്ലാവരെയൊക്കെ ആയിട്ട് പരിചയപ്പെട്ടൊക്കെ വരാനായിട്ട്. ഡ്യൂറിങ് ദിസ് പ്രോസസ് he needs to build up a relationship with the seniors, colleges and subordinate. After he will be allotted a particular job. ഓക്കെ, ഈ സമയത്ത് നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാട്ടോ. ഏത് സമയത്താണ് എന്താണ് അവിടെ കോളേജസ് സീനിയേഴ്സ് ഒക്കെ ആയിട്ട് സപ്പോർട്ടിനേറ്റ് ഒക്കെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റുന്ന സമയം അല്ലെ, അതേത് ടൈമിലാണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ഓറിയന്റേഷൻ അല്ലെ. നമുക്കറിയാം ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സീനിയേഴ്സും സുപ്പീരിയേഴ്സിനൊന്നും ഒന്നിച്ച് അല്ലെ ജനറൽ ഓറിയന്റേഷന്റെ സമയത്തൊന്നും പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല. അതേസമയം ഡിപ്പാർട്ട്മെന്റിലാവുമ്പോൾ നമുക്കറിയാം ആ ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മുടെ ജോലി അല്ലെ.
അപ്പൊ ആ ജോലിയുമായി ബന്ധപ്പെട്ട് ആരോടാണ് റെസ്പെക്ട് ചെയ്യേണ്ടത്, അല്ലെ, ഉത്തരവാദിത്തപ്പെടേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടിയുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെ, റിപ്പോർട്ടൊക്കെ ആർക്കാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആരായിരിക്കും നമ്മുടെ മേലധികാരികളായിട്ട് വരുന്നത്, നമ്മുടെ സഹപ്രവർത്തകർ ആരാണ്, നമ്മുടെ കീഴിൽ ആരെങ്കിലും സബോർഡിനേറ്റ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്താണ്, അല്ലെ, നമുക്ക് ഇന്ന വർക്കുകളുടെ ബാക്കി പത്രങ്ങൾ തരുന്നത് ആരായിരിക്കും, അവരിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ വർക്കുകൾ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ ആരെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു നോളജ് കൊടുക്കുന്ന ഒരു ഇതാണ് എന്താണ് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷനിൽ പെടുന്നത്. എന്താണ് നെക്സ്റ്റ് ടൈമിലാണ് എന്താണ് ഏത് പർട്ടിക്കുലർ ജോബ് ആണെന്നുള്ള കാര്യത്തിലേക്ക് കടക്കുന്നത്. തേർഡ് ഇതിൽ വരികയാണെങ്കിൽ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ ആണ്. അതായത് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജോലിയാണ് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് തുടങ്ങി, ഒരു ഓറിയന്റേഷൻ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് തുടങ്ങി, എവിടുന്നാണ് തുടങ്ങിയത്? പ്രോസസ് ഓറിയന്റേഷന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് തുടങ്ങി? ജനറൽ ഓറിയന്റേഷൻ. ഓക്കെ, ജനറൽ ഓറിയന്റേഷനിൽ തുടങ്ങി. ജനറൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയത്? മൊത്തത്തിലുള്ള ഒരു ഓവറോൾ അവയർനെസ്, അല്ലെ, ആ ഒരു സ്ഥാപനത്തിന്റെ ഹിസ്റ്ററിയൊക്കെ പെടുന്നത് ഏത് ഓറിയന്റേഷനിലാണ്? ഹിസ്റ്ററിനെ കുറിച്ചിട്ടൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ചിട്ടൊക്കെ പരിചയപ്പെടുത്തുന്നത് അത് ഏത് ഓറിയന്റേഷനിലായിരിക്കും? ജനറൽ ഓറിയന്റേഷൻ. ഓക്കെ, നിങ്ങൾ പഠിച്ചു പോകാൻ തന്നെയാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇന്റർവ്യൂസിലും ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അല്ലെ. പ്രോസസ് ഓഫ് ഓറിയന്റേഷനിൽ സ്റ്റാർട്ടിങ്ങിൽ മൊത്തത്തിൽ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ മൊത്തത്തിൽ പരിചയപ്പെടുത്തുന്നത് ആ ജനറൽ ഓറിയന്റേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് ഡ്യൂട്ടി, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ്. ആ ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷനിലാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റീസും, അല്ലെ, അതേമാതിരി തന്നെ എന്താണ് നമ്മുടെ ആക്ടിവിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സബോർഡിനേറ്റ് എന്താണ്, അല്ലെ, കൃത്യമായിട്ടുള്ള സബോർഡിനേറ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് റോള്, അല്ലെ, നമ്മുടെ പങ്ക്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രാക്ടീസസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അല്ലെ. അവിടെ തീർച്ചയായിട്ടും പ്രധാനമായിട്ടും പറയുന്നുണ്ട് during this process he needs to build up a relationship with the seniors, colleges and subordinate. ഓക്കെ, ആ ഈ ഒരു ഓറിയന്റേഷനിലാണ് അവര്, അല്ലെ, അവരുമായിട്ടൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നത്, ബന്ധങ്ങൾ, അല്ലെ, നമ്മൾ ആരായിട്ടാണ് കടപ്പാടുള്ളത്, നമ്മുടെ സബോർഡിനേറ്റ് കീഴുദ്യോഗസ്ഥർ ആരാണ്, അല്ലെ, നമ്മുടെ സഹപ്രവർത്തകർ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷനിലാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഓറിയന്റേഷനിലേക്ക് പോകാം. സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. നമുക്ക് എന്താണ് ജോലി തന്നിരിക്കുന്നത്, ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ദ ഇൻഡിവിജ്വൽ ഇസ് പ്രൊവൈഡഡ് എ സ്പെസിഫിക് ടാസ്ക് വിത്ത് എ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, നമുക്കറിയാം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജോലി, അല്ലെ, അതായത് ജോലി വിവരണത്തോട് കൂടിയിട്ടായിരിക്കും ഇന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ടൈപ്പിംഗ് ജോലിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെ ഈ ഒരു ഡ്യൂട്ടി ഇത്ര സമയത്തിനുള്ള ഈ ഒരു ഡ്യൂട്ടി, ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ്, അല്ലെ, കൃത്യമായിട്ടുള്ള വിവരണത്തോട് കൂടിയിട്ടായിരിക്കും ഏത് ജോലിയാണ് പരിചയപ്പെടുത്തുന്നത്. Then employee need to have the knowledge of a method used for a specific job. ആ സ്പെസിഫിക് ജോബ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്, അല്ലെ, ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം ഒരു എന്താ പറയാ ഒരു പഴഞ്ചൊല്ലുണ്ട്, അല്ലെ, പട്ടിക്ക് എന്താ പറയാ ഒരു നമുക്കൊരു പറ്റാത്തൊരു അല്ലെ ഒരു പ്രൊജക്ട് കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു ഇത് വരുമ്പോൾ നമുക്ക് പ്രശ്നമാണ്, അല്ലെ. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേജ് വരുമ്പോൾ ആദ്യത്തെ പ്രശ്നം സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ നമുക്ക് മാറും. പിന്നീട് ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് ഇച്ചിരി കൂടി ടൈം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ആ ഒരു ടൈം പീരീഡ് ഏതാണ്. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തുമ്പോഴായിരിക്കും കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ആ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അല്ലെ. ഒരു പ്രാക്ടിക്കലി ഒരു ജോലി ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് എങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ് ഓക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് അവിടെ ലഭ്യമാക്കുന്നു. അപ്പൊ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട്, അല്ലെ, ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ട്, അല്ലെ, അതാണ് ആ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൊടുക്കുന്നത്. Specific work has to be mentioned preciously to newcomer along with the role expectations.
അവിടെ വീണ്ടും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് അല്ലെ, അവര് നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ജോലിയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ആ ജോലി ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അത് മാത്രമല്ല, ഈ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇത്രയും ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് അല്ലെ, നിങ്ങളെ ഏൽപ്പിച്ച ജോലി ഇത്ര ടൈമിനുള്ളിൽ ചെയ്തു തീർക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അല്ലെ, അങ്ങനെ ഒരു എക്സ്പെക്ടേഷനും കൂടിയും അവരെ മനസ്സിലാക്കി കൊടുക്കുന്നു. Then superior, if necessary, should adopt a guiding approach to direct the individual on the job he has to do. അപ്പൊ നമ്മള് പ്രധാനമായിട്ടും പറയാണ് എന്താണ്, ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ എന്തെങ്കിലും ചിലപ്പോ ഗൈഡിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോ ചെയ്തുകൊണ്ടിരിക്കാതെ ചിലപ്പോ ഗൈഡിങ് ഒക്കെ വേണ്ടി വരും അല്ലെ. ചിലപ്പോ വേണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് അത് ഫിനിഷിംഗിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ സുപ്പീരിയർ ആയിട്ടുള്ള പേഴ്സൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. അതിന് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഗൈഡ് ചെയ്ത് തരും എന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഒരു സ്പെസിഫിക് ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഓറിയന്റേഷൻ, ആ ജോലിയുടെ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ജോലി അല്ലെ, അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ഒരു നോളജ് പ്രദാനം ചെയ്യുന്നതാണ് ഈ ഓറിയന്റേഷനിൽ. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളതും അതോടൊപ്പം തന്നെ അവരുടെ പ്രോബ്ലംസ് ഡിഫിക്കൽട്ടീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് ഫേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനായിട്ടുള്ള സീനിയോറിറ്റിയും കൂടി അവിടെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് ഇതെന്ന് പറയുന്നത് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ാണ് ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ ആണ് ഇപ്പൊ കണ്ടത്. ജനറൽ ഓറിയന്റേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ ആൻഡ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ഓക്കെ, അത് സിമ്പിൾ ആയ കാര്യമാണ് അല്ലെ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇല്ല. ഇതില് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, എങ്കിലും ഓരോന്നിലും അല്ലെ ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ കണ്ടത് പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ ഉണ്ട്. അപ്പൊ മനസ്സിലേക്ക് കൊണ്ടുവരിക ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓരോ ഓറിയന്റേഷൻ എന്താന്നുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കി കൊണ്ടുവരിക. ഇനി ഇതില് പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ 3 കാര്യമുള്ളൂ: ജനറൽ, ഡിപ്പാർട്ട്മെന്റൽ, സ്പെസിഫിക്. ബൈ ഹാർട്ട് ഒന്നും പഠിക്കാൻ നിൽക്കാതെ തന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ജനറൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള കാര്യമാണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അതുമായി ബന്ധപ്പെട്ടാണ്. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ആ സ്പെഷ്യൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? കണ്ടന്റ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. വായിച്ചു നോക്കേണ്ടതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് എടുത്ത് പോകണേല് എന്തെങ്കിലും ചോദിക്കാട്ടോ. ഓക്കെ ആണോ? ഡൗട്ടൊന്നുമില്ല? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് കണ്ടന്റ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലെ.
employee orientation program should be provide information concerning the following organization issues ആണ് ഫസ്റ്റ് വൺ പറയുന്നത്. നമുക്ക് എന്താണെങ്കിലും ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു അല്ലെ അവിടെ ഒരു പേഴ്സൺ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പരിചയപ്പെടുത്തേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് കണ്ടു അല്ലെ. നമ്മൾ എന്താണ് ഈ പറഞ്ഞ മദർ പ്രോസസ്സ് അല്ലെ മൊത്തത്തിലുള്ള ഓർഗനൈസേഷൻ പരിചയപ്പെടുത്തി, ഡിപ്പാർട്ട്മെന്റിൽ അതേമാതിരി തന്നെ സ്പെസിഫിക് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ്, അതായത് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ, കുറെ നിയമങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ടോ അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഒക്കെ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണ് ആ ഒരു എംപ്ലോയിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് അല്ലെ. നോക്കാം ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. ഫസ്റ്റ് it involves the short history of the company, names and designation of a key executive, employee title and department, layoff of physical facilities, probationary period of products and service, offered overview of the production process, company policy and rules, disciplinary procedures, safety procedures and employee handbook. ഓക്കെ, അപ്പൊ നമ്മള് മൊത്തത്തിൽ പറയുന്ന വിസിറ്റ് ചെയ്ത് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മാതിരി തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഓറിയന്റേഷനിൽ ഈ ഒരു ടൈമിൽ തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. അതിലെ പ്രധാനമായിട്ട് നമ്മളിപ്പോ കണ്ടു, നേരത്തെ നമ്മൾ ജനറൽ പറഞ്ഞ മാതിരി തന്നെ ഹിസ്റ്ററി, കമ്പനിയുടെ ഹിസ്റ്ററി ഉണ്ട്. എന്താണ് കമ്പനിയുടെ നെയിം അല്ലെ, ഡെസിഗ്നേഷനും അതിന്റെ ഷോർട്ട് നെയിം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കണം. എംപ്ലോയീസ് ടൈറ്റിൽ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ലേ ഔട്ട് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ്, ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെ. എക്സ്ട്രാ നമുക്കറിയാം പല സൗകര്യങ്ങളും ഈ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അല്ലാത്ത പല ഫെസിലിറ്റീസും സൗകര്യങ്ങളൊക്കെ അവിടെ പ്രദാനം ചെയ്യുന്നുണ്ടാവും. വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് അല്ലെ സെപ്പറേറ്റ് പ്ലേസുകളൊക്കെ ഉണ്ടാവും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടൈം അല്ലെ സ്പെൻഡ് ചെയ്യാനായിട്ട്, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈബ്രറി പ്ലേസ് പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, എൻജോയ്മെന്റ് ടൈം അല്ലെ അതിനെ യൂസ് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഫെസിലിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഇൻ കേസ് ക്യാൻറ്റീൻ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കണം. പ്രൊബേഷണറി പീരിയഡ് ഓഫ് പ്രൊഡക്ട്സ് സർവീസ് ഓഫേർഡ്, പറയും ഇത്ര ടൈം അല്ലെ, പ്രത്യേകിച്ച് സാലറി ഒന്നും ഇല്ലാതെയൊക്കെ ഒരു നിശ്ചിത ഒരു അല്ലെ കോൺട്രാക്ടിന്റെ ബേസിലുള്ള പ്രൊബേഷണറി പീരീഡ് ഒക്കെ ഉണ്ടാവാം. ആ ടൈമും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഓവർവ്യൂ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ്, മൊത്തത്തിലുള്ള ആ ഒരു ഇൻ കേസ് പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ആണെങ്കിലും ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള ഒരു അവലോകനം കൊടുക്കണം. കമ്പനിയുടെ പോളിസി റൂൾസ്, കമ്പനിയുടെ പോളിസി കമ്പനിയുടെ പോളിസി ആൻഡ് റൂൾസ് അല്ലെ, അവിടെ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടാവുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അല്ലെ. ഇങ്ങനെ ഇപ്പോ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന ടൈമില് അല്ലെ ഇപ്പൊ 3 months കൂടുമ്പോഴോ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കണം. ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്, നമുക്കറിയാം ഒരു പങ്ക്ച്വാലിറ്റി ഒക്കെ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടാവാം അല്ലെ, കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ഒരിക്കൽ പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള അവയർനെസ്. സേഫ്റ്റി പ്രൊസീജിയർ ആൻഡ് എംപ്ലോയീസ് ഹാൻഡ്. ഓക്കെ, നമുക്കറിയാം സുരക്ഷാ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും മുൻകരുതലൊക്കെ സ്വീകരിക്കേണ്ട എന്തെങ്കിലും യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് അല്ലെ മസ്റ്റായിട്ട് ഹാൻഡ് ബുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ മസ്റ്റായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ഒരു ഓർഗനൈസേഷനിലായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷനിൽ ആ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പല ഈ ജസ്റ്റ് ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ടുള്ള മൊത്തത്തിലെ അവയർനെസ് മാത്രമല്ല, സ്ഥാപനത്തിനപ്പുറം എന്താണ് പല കാര്യങ്ങൾ അല്ലെ പ്രിക്കോഷൻസ് എടുക്കേണ്ടതും അല്ലെങ്കിൽ ചിലതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് അനുസരിച്ച് പോകേണ്ട കുറെ നിയമാവലികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി ഒക്കെ കീപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ഫെസിലിറ്റീസ് ഒക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള അവയർനെസ് ആണ് ഇവിടെ ഫസ്റ്റ് കണ്ടന്റ് ആയിട്ട് പറയുന്നത് ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. വിച്ച് ഈസ് ഇൻക്ലൂഡഡ് നമ്മൾ ഓർഗനൈസേഷണൽ ഇഷ്യൂസിൽ എന്തൊക്കെയാണ് പെടുന്നത് പെടാത്തത് ഓട് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കുക. മൊത്തത്തില് ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് അല്ലെ നെയിമും കാര്യങ്ങളും മുതൽ അല്ലെ മൊത്തത്തില് അവിടെ ഒരു സേഫ്റ്റി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പെടുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി മനസ്സിലാവും എംപ്ലോയി ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ആ തൊഴില്
ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെ അനുകൂലമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയുക പേരോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പീരീഡോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് കാര്യങ്ങളോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നല്ല. അവിടെ ആ ഒരു തൊഴിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ എടുത്ത് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ പേ സ്കെയിൽ ആൻഡ് പേ ഡേയ്സ്, വെക്കേഷൻ ആൻഡ് ഹോളിഡേയ്സ്, റെസ്റ്റ് ബ്രേക്സ്, ട്രെയിനിങ് ബെനിഫിറ്റ്സ്, കൗൺസിലിംഗ്, ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ, റിക്രിയേഷൻ ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. ഓക്കെ, നമ്മള് പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു അല്ലെ, ഡീപ്പായിട്ട് പഠിച്ചതാണ്. ഒരു വലിയ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് എന്ന് പറയുമ്പോൾ അവരുടെ പേ സ്കെയിൽ തുടങ്ങി അവർക്ക് അല്ലെ പേ ഡേയ്സ്, നമുക്കറിയാം ഹോളിഡേയ്സുകൾ അല്ലെ സാലറിയോട് കൂടിയിട്ടുള്ള ഹോളിഡേയ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, വെക്കേഷനുകളും ഹോളിഡേയ്സുകളും, റെസ്റ്റ് ബ്രേക്സ് അല്ലെ ഏതൊക്കെ ടൈമിലാണ് റെസ്റ്റിംഗ് ടൈമുകൾ, അല്ലെങ്കിൽ ട്രെയിനിങ് ബെനിഫിറ്റ്സ് ട്രെയിനിങ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കൗൺസിലിംഗ് നമുക്കറിയാം പലതരത്തിലുള്ള പാക്കേജുകൾ തരുന്നുണ്ട് അല്ലെ. കൗൺസിലിംഗ് മാത്രമല്ല നമുക്കറിയാം ക്ലാസ് സ്ട്രക്ചർ ഇതല്ലേ എന്താണ് ഈ പറഞ്ഞ മാതിരി തന്നെ കൗൺസിലേഴ്സിനെ മാത്രമല്ല നമുക്ക് പഠിക്കാനായിട്ടുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് വരെ തരുമായിരുന്നു അല്ലെ. കാൻഡിഡേറ്റ്സ് സർവീസുകളൊക്കെ നമ്മൾ തരുമായിരുന്നു. അപ്പൊ ഇൻഷുറൻസ്, മെഡിക്കൽ, റിക്രിയേഷൻ ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടും ഉള്ള അവയർനെസ് അത് തീർച്ചയായിട്ടും കൊടുക്കുന്നതും അതും എന്താണ് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിലെ കണ്ടന്റിൽ പെടുന്ന ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് വൺ മനസ്സിലാക്കേണ്ടത് ഓർഗനൈസേഷൻ ഇഷ്യൂസ് ആണെങ്കിൽ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആണ് അല്ലെ. തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്സിറ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. എന്താണ് ഇൻട്രൊഡക്ഷൻ ടു എക്സിറ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? Organizations make a special effort to introduce new employees to all exiting employees. It is the foremost responsibility of the supervisor to make new employees familiar with the exiting employees. Okay, so organizations make a special effort to introduce new employees to all exiting employees. എല്ലാ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെ അവിടെ തീർച്ചയായിട്ടും ഈ എംപ്ലോയീസ് എല്ലാം തന്നെ അവിടെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ സ്പെഷ്യൽ എഫേർട്ട് അതിനു വേണ്ടി എടുക്കേണ്ടതാണ്. വീണ്ടും പറയുന്നുണ്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ മോസ്റ്റ് ആയിട്ട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് അല്ലെ. അത് പുതിയ പുതിയ എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നില്ല അല്ലെ. അവർ ആരായിട്ടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്, അല്ലെങ്കിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവരെ ചെയ്ത് തിരിക്കേണ്ടത് അല്ലെ. അപ്പൊ അത് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അവർക്ക് ഫെമിലിയർ വേണമെന്ന് പറയാൻ കാരണം നമ്മളിപ്പോ ഒരു ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറൊരു അല്ലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എഞ്ചിനീയറിംഗിലുള്ള പേഴ്സൺസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ റിപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. സോ എപ്പോഴും എന്താണ് നമ്മൾ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സൂപ്പർവൈസർ ടു മേക്ക് ന്യൂ എംപ്ലോയീസ് ഫെമിലിയർ വിത്ത് എക്സൈറ്റിംഗ് എംപ്ലോയീസ്. അതാണ് പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ എപ്പോഴും റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്തിട്ട് തന്നെ അവിടെ കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ് അല്ലെ. സൂപ്പർവൈസർ ഈസ് എ പേഴ്സൺ who sets the tone for the employees' future interpersonal relationship with the other staff members. Then വീണ്ടും എന്താ പറയുന്നത് അല്ലെ എംപ്ലോയീസ് ഫ്യൂച്ചർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. സൂപ്പർവൈസർ എന്ന് പറയുന്ന വ്യക്തി അല്ലെ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഒരു പുതിയ എംപ്ലോയി ആണെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുന്നതും അവർക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരുന്നതും ആരായിരിക്കും? ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രധാനമായിട്ടും ചുമതല ഉള്ളത് ആരായിരിക്കും? അതിന്റെ കറക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് ആരായിരിക്കും? ആരെയായിരിക്കും മെയിനായിട്ട് പേടിച്ചു വരുന്നത് അവര്? ഓക്കെ, വർക്കേഴ്സ്, എംപ്ലോയർ, ഓക്കെ തൊഴിലുടമ എന്ന് പറയാം. തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് ഉപരി തൊഴിലുടമ മൊത്തത്തിൽ ഓരോരുത്തർക്ക് ചാർജ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ സ്ഥാപനം ആകുമ്പോഴാണ് തൊഴിലുടമയായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് വരിക. അതിനപ്പുറം ഓരോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചുമതലപ്പെടുത്തിയവരുണ്ടാവും അല്ലെ. ആ ചുമതലപ്പെടുത്തിയിരിക്കുന്നവരാണ് എപ്പോഴെപ്പോഴും കറക്റ്റ് ചെയ്യുന്നത് അല്ലെ. മൊത്തത്തിൽ നമുക്കറിയാം ഒരു ഓഹരികൾ ഉടമയോട് കൂടിയിട്ടുള്ള ഒരു വലിയ വലിയ ഫേമൊക്കെ ആകുമ്പോൾ അവര് ഒരു പാർട്ടായിരിക്കും അല്ലെ. അവര് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യായിരിക്കും. പക്ഷെ അവിടെയുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും മേലധികാരികളായിരിക്കും അവരെ കീഴിലുള്ള വർക്കേഴ്സിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ വർക്കേഴ്സ് എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ റോങ്ങുകളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന മേലധികാരികളായിരിക്കും അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്.
സോ അവര് തമ്മിൽ നല്ലൊരു ബന്ധം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ പോയാൽ മാത്രമാണ് വർക്കുകൾക്ക് ഒരു ലാഗില്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. When a new employee comes to the organization, he will probably be happy about getting a job, but at the same time, he will perhaps have a certain anxieties, fear, and misgivings. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു പുതിയ ജോലി കിട്ടിക്കഴിയുമ്പോൾ ഓക്കെ എംപ്ലോയി ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ ആണെങ്കിൽ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് ഇണങ്ങി പോകുകയാണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും. പക്ഷേ എങ്കിൽ കൂടി അവർക്ക് എന്താണ് ഒരു പെട്ടെന്ന് ഒരു ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഒരു സ്റ്റാർട്ടിങ് ജോലിയൊക്കെ നമ്മൾ ചെയ്ത് ശരിയാവോ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ഉദ്ദേശിക്കുന്ന അവരുദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കോ, മറ്റുള്ളവര് അത് എങ്ങനെയാണ് അല്ലെ, ഇൻ കേസ് ഒരു സർവീസ് ആണെങ്കിൽ മറ്റു വ്യക്തികളെ അത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നമുക്ക് ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള പല പല ആൻസൈറ്റികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. സർട്ടൻ ആൻസൈറ്റീസ്, ഫിയേഴ്സ്, മിസ്ഗിവിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉത്കണ്ഠയും ആകാംക്ഷയും അല്ലെങ്കിൽ പേടിയും അതൊക്കെ ഏതോ ഒരു എംപ്ലോയിക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. Therefore, it is the duty of exciting staff to support him. ആ സമയത്ത് നമുക്കറിയാം സൂപ്പർവൈസേഴ്സ് ആയിരിക്കും അവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെ. ഇവരുടെ ഈ ഉത്കണ്ഠകളൊക്കെ കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ അല്ലെ. ഒരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ടുള്ള ഒരു മേലധികാരികൾ അവിടെ ഉണ്ടായിരിക്കണം. Exciting staff can support a new staff member through the induction process. Example by explaining key duties and helping to set up his workspace. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പ്രധാനമായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ഈ ഇൻഡക്ഷൻ പ്രോസസ്സിലൂടെ തന്നെ അവർക്ക് നല്ല നല്ല അല്ലെ എന്തൊക്കെയാണ് ജോലി ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇത് സെറ്റപ്പ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കും, ഇങ്ങനെ മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഓവർകം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. അപ്പോ അതിന്റെ ആ ഒരു പ്രത്യാഘാതങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോയാൽ ഇതെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും അത് ലഭ്യമാക്കി കൊടുക്കുന്നത് എന്താണ് ഇവിടെ സുപ്പീരിയർ ആയിട്ടുള്ള അല്ലെ മേലധികാരികളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എക്സൈറ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ അവിടെ എന്താണ് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന് പ്രധാനമായിട്ട് അല്ലെ, അവിടെ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് പ്രധാനമായിട്ട് നിലനിൽക്കുന്ന മെമ്പേഴ്സിന്റെ ഫുള്ളൊരു സപ്പോർട്ട് അവിടെ തീർച്ചയായിട്ടും അവിടെ നിലവിൽ വരുന്ന ന്യൂ എംപ്ലോയീസിനെ ലഭ്യമാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് സൂപ്പർവൈസേഴ്സ് അല്ലെ, ഇവരെ ചുമതലപ്പെടുത്തി കൊടുക്കുന്ന സൂപ്പർവൈസേഴ്സ് തീർച്ചയായിട്ടും എന്താണ് ഇവരോടൊപ്പം തന്നെ നിലകൊള്ളാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ അവൈലബിൾ ആക്കി കൊടുക്കണം. അപ്പൊ കണ്ടന്റ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓർഗനൈസേഷണൽ ഇഷ്യൂസിനെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സിനെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇവരോടൊപ്പം ഒരു വ്യക്തിത്വം കൂടി ഉണ്ട് അല്ലെ. ഒറ്റയ്ക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷിംഗിലേക്ക് എത്തേണ്ട, ഒരുമാതിരി അല്ലെ ഒരു ലെവലിലാവുന്ന വരെ ഇവരോടൊപ്പം തന്നെ നിലവിലുള്ള പേഴ്സൺസ് ഉണ്ടാവും എന്നുള്ളൊരു ബോധ്യം കൂടി അവിടെ ലഭ്യമാക്കി കൊടുക്കുകയാണ്. ഓക്കെയാണോ? ക്ലിയർ ആണോ? ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വീണ്ടും അറിയേണ്ടത് ഓക്കെയാണ്. എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഇല്ലാത്തുണ്ടെങ്കിൽ ശ്രദ്ധിക്കാട്ടോ. ജസ്റ്റ് വായിച്ചു നോക്കാം. ഒരു പോയിന്റ് കൂടി എടുക്കാനേ ഉള്ളൂ. ജസ്റ്റ് വായിച്ചിട്ട് എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ചോദിച്ചു പോവാം.
ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു പോയിന്റും കൂടി എടുത്ത് നമുക്കത് അവസാനിപ്പിക്കാം. ഓക്കെ, ജോബ് ഡ്യൂട്ടീസ്. അപ്പൊ കണ്ടിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ജോബ് ഡ്യൂട്ടീസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താണ്? ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോബ് ലൊക്കേഷൻ, ജോബ് ടാസ്ക്, ജോബ് സേഫ്റ്റി നീഡ്സ്, ഓവർവ്യൂ ഓഫ് ജോബ്, ജോബ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ജോബ്സ്. ഓക്കെ, നമുക്ക് നമ്മളിപ്പോ ഒരു ജോലി അല്ലെ, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ സേഫ്റ്റി കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ്, കമ്പനിയുടെ പോളിസി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഫ്രഞ്ച് ബെനഫിറ്റ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതേമാതിരി തന്നെ പേടിയൊന്നും കൂടാതെ തന്നെ ജോലി ചെയ്യാനുള്ള അവസരങ്ങളുടെ കാര്യം വരെ നമ്മൾ പറഞ്ഞു നിർത്തി. അത് മാത്രമല്ല, നമുക്ക് പുറത്തുനിന്നുള്ള കുറെ കാര്യങ്ങൾ കൂടി ചിലപ്പോൾ ഈ ഒരു ജോലിയുമായി റിലേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ജോബ് ലൊക്കേഷൻ, ഏത് സ്ഥലത്താണ് ആ ഒരു സ്ഥാപനം അല്ലെ, ആ ഒരു ലൊക്കേഷന്റെ പ്രത്യേകതകൾ. ചിലപ്പോൾ ആണെങ്കിൽ ഇന്ന പഞ്ചായത്തിന്റെ ഒക്കെ പെർമിഷൻ ഒക്കെ കിട്ടിയിട്ടായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ ഓരോ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കഴിയുമ്പോഴും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഇൻ കേസ് വേസ്റ്റ് കൈകാര്യം ചെയ്യണമെങ്കിലൊക്കെ ചില പെർമിഷൻ ഒക്കെ വേണ്ടി വരും. അപ്പൊ അതിനൊക്കെയുള്ള ആ ഒരു ലൊക്കേഷനുമായി ബന്ധപ്പെട്ട അവയർനെസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ജോബ് ടാസ്ക്, ജോലിയുടെ അല്ലെ ടാസ്കുകളും കാര്യങ്ങളും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ജോബ് സേഫ്റ്റി നീഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയുടെ ആ ഒരു സേഫ്റ്റി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അല്ലെ അവയർനെസ് കൊടുക്കുകയാണ് ആ ജോലിക്ക്. ഒരു ഹെൽത്ത് പ്രിക്കോഷൻസ് മാത്രമല്ല, ചില അല്ലെ നമുക്ക് പൊതുവായിട്ട് ചില കാര്യങ്ങളൊക്കെ അല്ലെ, ഒരു നമ്മുടെ ജോലിയിൽ നിന്ന് പുറത്തേക്ക് നേച്ചറിനൊക്കെ എന്തെങ്കിലും അറ്റ്മോസ്ഫിയറിനൊക്കെ ബാധിക്കുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. ദെൻ ഓവർവ്യൂ ഓഫ് ജോബ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു വീക്ഷണം അവർക്ക് ലഭ്യമാക്കി കൊടുക്കണം. ജോബ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ജോബ്സ്, നമുക്കറിയാം അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. അതേമാതിരി തന്നെ മറ്റു ജോലികളുമായി ബന്ധപ്പെട്ട അല്ലെ, നമ്മളിപ്പോ ഈ ചെയ്യുന്ന ജോലി അതുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തുകൊണ്ട് വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് എങ്കിൽ അതിന് ചിലപ്പോൾ വേണമെങ്കിൽ വിപണന യൂണിറ്റുമായിട്ട് അതിനൊരു നല്ല ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു ലോഡിങ്ങും കാര്യങ്ങളും അൺലോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. കേസ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷനിൽ മാത്രമാണ്. പക്ഷെ അതിൽ നിന്ന് ചിലപ്പോൾ അല്ലെ കമ്പോളത്തിലേക്ക് എത്തിക്കാനായിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള വേറൊരു യൂണിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ഇൻ കേസ് സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും നമുക്കറിയാം ഒരു ഹോസ്പിറ്റലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ വേറെ ഒരു സർവീസ് സെന്ററുമായിട്ടായിരിക്കും ഇത് കണക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു അവയർനെസ് അവിടെ മൊത്തത്തിൽ അവർക്ക് ലഭ്യമാക്കി കൊടുക്കണം. ദെൻ എന്താണ്? ബേസിക് റൂൾസ് റിലേറ്റഡ് ടു ദ പീപ്പിൾ അല്ലെ, ടു പീപ്പിൾ. നമുക്കറിയാം ഏത് സംഭവമാണെങ്കിലും, പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമുക്കറിയാം അത് പബ്ലിക്കിന്റെ ഇടയിലാണ് അത് നമ്മൾ സെയിലിംഗ് അല്ലെ നടത്തുന്നത് അല്ലെ. അവിടെ ആ ഒരു കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങളാണ്, അവര് അത് ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്. ദെൻ പ്രോസസ് ആൻഡ് ടാസ്ക് ഇഷ്യൂസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ സൂപ്പർവൈസർ ടു ദ ന്യൂ എംപ്ലോയീസ് സോ ദാറ്റ് ദേ ക്യാൻ ഡീൽ വിത്ത് ദം പ്രോപ്പർലി. ഓക്കെ, നമുക്കറിയാം ഇതെല്ലാം തന്നെ ഈ ഒരു പേഴ്സണോട് പ്രോപ്പർ ആയിട്ട് അല്ലെ നല്ല കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ആശയങ്ങളെല്ലാം തന്നെ നല്ല ആശയവിനിമയത്തോട് കൂടിയിട്ടല്ലേ നമ്മളിപ്പോ ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ റിപ്പോർട്ട് ഇന്ന സമയത്ത് ഇന്നോട്ടൊക്കെ അയച്ചു കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് അവർക്ക് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ ഡ്യൂട്ടി ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ കറക്റ്റ് സമയത്ത് അതിന്റെ റിപ്പോർട്ടുകളൊന്നും ചിലപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നതിന് മുമ്പ് ചില പെർമിഷൻ ചില ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പുറത്തു നിന്നാണെങ്കിൽ ചിലവരൊക്കെ ആയിട്ട് കണക്ഷൻ അല്ലെ മേടിക്കേണ്ടതൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അതും കൃത്യമായിട്ട് അല്ലെ എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് ഈ ഒരു ന്യൂ എംപ്ലോയിക്ക് ലഭ്യമാക്കി കൊടുത്താൽ മാത്രമാണ് അവിടെ കൃത്യമായിട്ട് അവർക്കത് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കണ്ടന്റിൽ ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. അതായത് പ്രധാനമായിട്ടും ഓർഗനൈസേഷനായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ, ചില എംപ്ലോയീസിന്റെ ബെനഫിറ്റ്സ്. നമുക്കറിയാം ഇത്തരം റിസ്ക് ഒക്കെ എടുത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച രീതിയിൽ ആനുകൂല്യമൊന്നും ഇല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ അവർ താല്പര്യപ്പെടില്ല അല്ലെ. അപ്പൊ അങ്ങനെ വിട്ടുപോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടും എംപ്ലോയീസിന്റെ ബെനഫിറ്റ്സിനെ കുറിച്ചിട്ടും മനസ്സിലാക്കി കൊടുക്കുക. അതേമാതിരി തന്നെ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന്റെ ഓർഗനൈസേഷനിൽ പേടിക്കാതൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസോടുകൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കാം. അതർ ഡ്യൂട്ടീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കണ്ടന്റിൽ ഉൾപ്പെടുത്തുന്നതാണ്.
നിങ്ങൾ ഇതിന്റെയൊക്കെ പോയിന്റ്സുകളിലൊക്കെ ചെറിയ ചെറിയ കുറെ കോമന്റ് പോയിന്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിലൊക്കെ മിക്കപ്പോഴും വന്നു കാണുന്നത് ഇതിൽ ഇൻക്ലൂഡഡ് ആവാത്തത് എന്താണ് ഇതിലൊക്കെ പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ മൊത്തത്തിൽ ഹെഡിങ്സും മനസ്സിലാക്കുക. കണ്ടക്ട്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഓർഗനൈസേഷൻ ഇഷ്യൂസ്, എംപ്ലോയീസ് ബെനിഫിറ്റ്സ്, ആ ഹെഡിങ്സ് മസ്റ്റായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഓരോ ഹെഡിങ്ങിലും എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും വെച്ചേക്കാം. ണോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.